ഞങ്ങളൊക്കെ ചില സമയങ്ങളിൽ കാറ്ററിങ്ങിനൊക്കെ പോകുന്നവരാണ്. ഞങ്ങൾക്ക് പോലും ഒരു 3-4 മണിക്കൂർ വർക്ക് ചെയ്ത് 500 രൂപ മിനിമം കിട്ടും. പക്ഷെ ഇവരൊരു ഫുൾ ടൈം വർക്കിംഗ് ആണ്. അവർക്ക് 232 രൂപ എന്ന് പറയുന്നത് എന്താകാനുള്ള. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവ് തന്നെ ഉണ്ടാകുന്നത്. വീട്ടിലാണെങ്കിൽ എന്ന് വന്നു പോയി നമ്മുടെ ആരോഗ്യം നോക്കുന്ന ആളുകളാണ് ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീടിന്റെ ഒപ്പം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആശ ചേച്ചിയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ വീട്ടുകാർക്ക് സന്തോഷമുള്ളൂ. നമസ്കാരം. ആശമാരുടെ സമരം ഇവിടെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. മഴയും വെയിലും ഒക്കെ ശക്തമാകുമ്പോഴും അവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ പറയുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നിരവധി ആളുകളും നിരവധി സംഘടനകളും ആശമാർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പറ്റം വിദ്യാർത്ഥികളും ഇവിടെ ആശമാർക്കൊപ്പമുണ്ട്. അവരോട് തന്നെ എന്താണ് എന്നത് ചോദിക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഒരു പിന്തുണ നൽകണമെന്നുള്ളതാണ്? ഒന്ന്, ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് സമരത്തെ കുറിച്ച് കേട്ടറിഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ആശാ സമരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശമാര് വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ് പൊതുവെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു അനുകമ്പ ഞങ്ങളിൽ ഉണ്ടാവുകയും അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇതില് അറിഞ്ഞത്. ഇവിടെ ഇങ്ങനെ സമരം നടക്കണമെന്ന് പൊതുവെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ വന്നു തുടങ്ങി ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും തുച്ഛമായ ഒരു തുകയിലാണ് ഇവർ ജോലി ചെയ്യുന്നതെന്ന് പോലും അറിയുന്നത്. ഞങ്ങളൊക്കെ ചില സമയങ്ങളിൽ കാറ്ററിങ്ങിനൊക്കെ പോകുന്നവരാണ്. ഞങ്ങൾക്ക് പോലും ഒരു 3-4 മണിക്കൂർ വർക്ക് ചെയ്ത് 500 രൂപ മിനിമം കിട്ടും. പക്ഷെ ഇവരൊരു ഫുൾ ടൈം വർക്കിംഗ് ആണ്. അവർക്ക് 232 രൂപ എന്ന് പറയുന്നത് എന്താകാനുള്ള. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവ് തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവരുടെ അനുഭവങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞാണ് നമുക്ക് ഇതിനോടൊരു മൊത്തത്തിലൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലായത്. ഞങ്ങളിപ്പോ ഒരു 7-8 സ്റ്റുഡൻസ് കാണും. അതിപ്പം ഇവിടെ തന്നെ തിരുവനന്തപുരം കോളേജുകളിലെ അടുത്തുള്ള കോളേജുകളിലെ നിരവധി കുട്ടികൾ വന്നും പോയി നിൽക്കുന്നുണ്ട് ഞങ്ങളെ കൂടാതെ. ഞങ്ങളിപ്പോ സ്ഥിരമായിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ഇവിടെ. എന്റെ സ്ഥലം കോട്ടയമാണ്. അല്ല, ഞാൻ കോട്ടയത്ത് തന്നെയായിരുന്നു. അവിടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ബിസിയിലും മെസ്സേജസിലായിരുന്നു. അവിടെ നിന്നാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളെ ഇപ്പം കേട്ടറിഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് പോയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് പോയതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാലോ. അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മന്ത്രിയാണ്. അവര് നല്ല രീതിയിൽ തന്നെ ഒരു പ്രതികരണം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ആ ചേച്ചിമാരുടെ പ്രതീക്ഷയോടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനകത്ത് നമുക്കും ഒരു പ്രയാസമുണ്ട്. ഓരോ സമയം നമ്മൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പറയുകയും പക്ഷെ പ്രവൃത്തിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നുമില്ല. മേ ബി അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നന്നായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാനേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറ്റുന്നുള്ളൂ. എല്ലാം നമ്മുടെ ഗവൺമെന്റ് ആണ്. എന്തെങ്കിലും ഒരു ഉറപ്പായിട്ട് ഇവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്ന വാർത്തകളൊക്കെ അറിയാലോ. സർക്കാർ ആർക്കൊക്കെ പൈസ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ആശമാരെ പരിഗണിക്കാത്തത് എന്ന് തോന്നുന്നു. അല്ല, അവരത് അവരുടെ രാഷ്ട്രീയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആശമാരുടെ സമരത്തെ പല നേതാക്കന്മാരും പറയുന്നത് ഞാനിങ്ങനെ കേട്ടതാണ്. അവർക്ക് ആശമാരുടെ സമരം ന്യായമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സമര നേതൃത്വമാണ് തെറ്റെന്നാണ് ഇവർ പറയുന്നത്. ഇവരിവിടെ അല്ല സമരം ചെയ്യേണ്ട, കേന്ദ്രത്തിലാണ്. ഇവൻ കേന്ദ്രത്തിലാണെങ്കിൽ പോലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ വന്നിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കാം എന്നല്ല പറയേണ്ടത്. സമരം ചെയ്യുന്നതേ തെറ്റാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ധാർഷ്ട്യമായ രീതിയിലല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരാണ്, സ്ത്രീകളാണ്. കുറച്ചുകൂടെ അനുഭാവപൂർവ്വം പെരുമാറാം. എന്തൊക്കെ പറഞ്ഞാലും വളരെ പ്രായമായ ചേച്ചിമാരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തന്നെ ഇപ്പൊ നിരാഹാരം ഇരിക്കുന്നവരെ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ആ നിലയിൽ ഇങ്ങനെ സമരപ്രവർത്തനങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ചേച്ചിമാരിയ്ക്കുന്ന കണ്ടപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. ഇവര് പലരും ആരോഗ്യപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വീടുകളിലെ പ്രതിസന്ധികൾ, ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ തരണം ചെയ്താണ് ഇവർ വന്നിരിക്കുന്നത്. അതെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്ക് ഒരു കുറച്ച് അനുഭാവപൂർവ്വം പെരുമാറാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. പറഞ്ഞപ്പോഴാണ് അവരിപ്പം നിരാഹാരം കിടക്കുമ്പോഴേ അവരെടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതില് ഇന്നലെ ഒരു ചേച്ചി തീരെ വയ്യാതായി, BP ലോ ആയിട്ട് ചേച്ചി നിരാഹാരത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ട്. പകരം ഒരു ചേച്ചി ഇന്നലെ രാത്രി തന്നെ, ഇപ്പോഴും 3 പേരുണ്ട്. അവരുടെ ഒരാളുടെ ആരോഗ്യനില ഇന്ന് രാവിലെ ഒരാൾ ചെക്ക് ചെയ്യാൻ വന്നിരുന്നു, നേഴ്സ്. ഇപ്പൊ BP ലോ ആണ് ഒരാളുടെ. ബാക്കി 2 പേർക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ല.
വീട്ടിലാണെങ്കിൽ എന്ന് വന്നു പോയി നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീടിന്റെ ഒപ്പം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആശ ചേച്ചിയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ വീട്ടുകാർക്ക് സന്തോഷമുള്ളൂ. നമ്മുടെ ആരോഗ്യം നോക്കി നമുക്ക് വേണ്ടി ജീവിക്കുന്ന, സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കൾ എവിടെ നിൽക്കുന്നു പറയുമ്പോൾ അവർക്കും അത് ഒരു അഭിമാനം തന്നെയാണ്. ആശമാരുടെ ജീവിത സമരം അടിമക്കാലം തീരാതെ അനന്തപുരം നാളെ പറയാൻ പറയുന്നു സമരം സമരം ജീവിത സമരം. ഈ പെരുമഴയില് നമുക്ക് മഴയെ മറക്കാം, നമുക്ക് അവന്റെ പാട്ട് കേൾക്കാം. ശാലിനി, ഈ കഠിന മഴയത്ത് ഈ സമരസേനാനികൾക്ക് ആ മനോഹര ഗാനം ഒന്ന് ആലപിച്ചാൽ മഴയെ അവർ മറക്കുമായിരുന്നു, കുളിരും മറക്കുമായിരുന്നു. അതുകൊണ്ട് ശാലിനി എത്രയും പെട്ടെന്ന് ഈ മൈസൂരിൽ എത്തിച്ചേർന്ന് ഒരു നല്ല ഗാനം പാടുന്നതെന്ന് വളരെ ആദരവോടുകൂടി അഭ്യർത്ഥിക്കുന്നു.